ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരിയിൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ എണ്ണം 29 ആയിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം റിലീസ് ചെയ്യപ്പെട്ടത് OTT ഉൾപ്പെടെ 18 സിനിമകളാണ്. ജനുവരിയിലെ സിനിമകളെക്കുറിച്ചും സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി ബഡ്ജറ്റ് എന്നിവ സംബന്ധിച്ചും എല്ലാം തന്നെ നിർമ്മാതാക്കളുടെ നേതാവായ സുരേഷ് കുമാർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നുവല്ലോ. പത്രസമ്മേളനം നമ്മളൊക്കെ വിശദമായി കണ്ടതാണ്. സിനിമാ മേഖലയിൽ ജൂൺ മാസം മുതൽ സ്ട്രൈക്ക് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയുടെ യൂട്യൂബ് ചാനലായ വെള്ളിത്തിര വഴി അതാത് മാസങ്ങളിലെ ബഡ്ജറ്റ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടും എന്നുകൂടി പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഫെബ്രുവരി മാസത്തിലെ കണക്കോ കളക്ഷനോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ യൂട്യൂബ് ചാനലായ വെള്ളിത്തിര ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഏകദേശം 1.5 മാസമായി അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ചുമ്മാതെ തള്ളിമറിക്കലായിരുന്നു ഈ സുരേഷ് കുമാറിന്റെ പരിപാടി എന്ന് ബോധ്യമാകുന്നതാണ് ഇത്തരം നടപടികളെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നിർമ്മാതാക്കൾ ബഡ്ജറ്റ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടും എന്ന ധാരണ ആർക്കും വേണ്ട. എന്തായാലും ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് വന്നാൽ ഫെബ്രുവരി മാസത്തിലെ ആദ്യ റിലീസ് ഫെബ്രുവരി 7 വെള്ളിയാഴ്ചയായിരുന്നു. ശരൺ വേണുഗോപാൽ തിരക്കഥയിൽ സംവിധാനം ചെയ്ത നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ ഫെബ്രുവരി 7 തിയേറ്ററിലെത്തിയത്. ജോജോ ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻ സിയർ, ഗാർഗി അനന്തൻ, ഷെല്ലി കിഷോർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഏകദേശം 4 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഫെബ്രുവരി മാസത്തിലെ സിനിമകളുടെ തുടക്കം പരാജയത്തിലൂടെ തന്നെയാണ്. സിറാജ് റീസ സംവിധാനം ചെയ്ത ഇഴ എന്ന സിനിമ ഫെബ്രുവരി 7 തിയേറ്ററിലെത്തിയത്. കലാഭവൻ നവാസ്, ഭാര്യ രഹന നവാസ്, സിനോജ് വർഗീസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സലാം ക്രിയേഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് വമ്പൻ റിലീസോ തിയേറ്ററോ കിട്ടിയിരുന്നില്ല. എങ്കിലും സിനിമ മികച്ച അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ബിനു ശ്രീധർ സംവിധാനം ചെയ്ത ലൗഡയൽ എന്ന സിനിമയായിരുന്നു ഫെബ്രുവരി 7 മൂന്നാമത്തെ റിലീസ്. രേഷ്മ രഞ്ജിത്ത്, രോഹൻ ഷാജി, മീനാക്ഷി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ആംസ്റ്റർഡാം മൂവി ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ സിനിമ ലിമിറ്റഡ് സ്ക്രീനുകളിൽ മാത്രമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. രാജീവ് ജോസഫ് സംവിധാനം ചെയ്ത ലവ് ഫോർ സെയിൽ എന്ന സിനിമ OTT റിലീസ് ഉണ്ടായിരുന്നു. സുനിൽ സുഗത, വൈഗ റോസ്, ബാലാജി ശർമ്മ, കോട്ടയം രമേഷ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ദാവീദ് എന്ന സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്തിയത്. ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, അജു വർഗീസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ സെഞ്ചുറി മാക്സ്, ജോൺ ആൻഡ് മേരി പ്രൊഡക്ഷൻസ്, പനോരമ സ്റ്റുഡിയോ എന്നിങ്ങനെയാണ് നിർമ്മാതാക്കൾ. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏകദേശം 16 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് സംബന്ധമായ ക്ലിയർ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും സിനിമ 6 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അങ്ങനെ 6 കോടിക്കാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടതെങ്കിൽ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 14 മറ്റൊരു റിലീസ് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ് ആണ്. അർജുൻ അശോകൻ, മൈമ നമ്പ്യാർ, മാത്യു തോമസ്, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയും മികച്ച അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 17 കോടിയോളം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെയും ബഡ്ജറ്റ് സംബന്ധമായി ആദ്യ അവസരങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ 6 കോടിക്ക് താഴെയാണ്. അങ്ങനെയെങ്കിൽ ബ്രോമാൻസ് എന്ന സിനിമയും ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച പൈങ്കിളി എന്ന സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്തി. ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സജിൻ ഗോപു, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ്, അബു സലീം, റിയാസ് ഖാൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഏകദേശം 8 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏകദേശം 4 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 20 തിയേറ്ററിൽ വമ്പൻ കളക്ഷൻ നേടിയത് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോപൻ നായകനായി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. മാർട്ടിൻ പ്രാക്കാട്ട് നിർമ്മിച്ച ഈ സിനിമ ഏകദേശം 12 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. നിലവിൽ 13 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 43 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷൈം ടോം ചാക്കോ നായകനായി രാജ്ബാബു സംവിധാനം ചെയ്ത ചാട്ടുളി എന്ന സിനിമ ഫെബ്രുവരി 21 തിയേറ്ററിലെത്തി. കലാഭവൻ ഷാജോൻ, ജാഫർ ഇടുക്കി, ശ്രുതി ജയൻ, വർഷ പ്രസാദ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഷാ ഫൈസി പ്രൊഡക്ഷൻസ്, നെൽസൺ ഐപ്പ് സിനിമാസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ണി മുകുന്ദൻ നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 21 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നിഖില വിമൽ, ചെമ്പൻ വിനോദ്, മീര വാസുദേവൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കിങ്സ്മാൻ പ്രൊഡക്ഷൻസ്, സ്കന്ദ സിനിമാസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ 3 കോടിക്ക് താഴെ കളക്ഷൻ മാത്രമേ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളൂ. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിധി സെന്റൻസ് എന്ന സിനിമ ഫെബ്രുവരി 21 തിയേറ്ററിലെത്തി. വിവിധ അവാർഡുകൾ നേരത്തെ നേടിയെടുത്തിരുന്ന ഈ സിനിമയിൽ ബീന ആർ ചന്ദ്രൻ, PP സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. SR പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. മമ്മി സെഞ്ചുറി നിർമ്മിച്ച ഉരുൾ എന്ന സിനിമ ഫെബ്രുവരി 21 തിയേറ്ററിലെത്തി. സിനിമയിൽ റഫീഖ് ചോക്ലി, ബോബൻ ആലമുടൻ, തിന ബാദിയ, അപർണ ഷിബിൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയ്ക്കും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മച്ചാന്റെ മാലാഖ. സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ അബ്ബ മൂവീസാണ് നിർമ്മിച്ചത്. നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏകദേശം 2 കോടിക്ക് താഴെ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. വിനയ് ജോസ് സംവിധാനം ചെയ്ത ആപ് കൈസേ ഹോ എന്ന സിനിമ ഫെബ്രുവരി 28 തിയേറ്ററിലെത്തിയത്. ഫന്റാസ്റ്റിക് ഫിലിംസ്, ഡി ഗ്രൂപ്പ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. സിനിമ ഏകദേശം 70 ലക്ഷം റേഞ്ചിൽ മാത്രമാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. VS സിനോജ് സംവിധാനം ചെയ്ത അരിക് എന്ന സിനിമയും ഫെബ്രുവരി 28 തിയേറ്ററിലെത്തി. കൃഷ്ണ, ഇർഷാദ് അലി, ധന്യ, അനന്യ എന്നിവരാണ് താരങ്ങൾ. ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തതെങ്കിലും ഏകദേശം 7 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ മാത്രമേ നിലവിൽ നേടിയെടുത്തിട്ടുള്ളൂ.
ഗോപുകിരൺ സദാശിവൻ സംവിധാനം ചെയ്ത ആത്മസഹോ എന്ന സിനിമയായിരുന്നു ഫെബ്രുവരി 28 മറ്റൊരു റിലീസ്. എൻ.ജി. പണിക്കർ, ചന്തുനാഥ്, സിനോജ് വർഗീസ്, ശിവപ്രിയ എന്നിങ്ങനെയാണ് താരങ്ങൾ. ത്രിദേവ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയും 10 ലക്ഷത്തിൽ താഴെ മാത്രം കളക്ഷനെ നേടിയെടുത്തിട്ടുള്ളൂ. അമ്പിളി എസ് രംഗൻ സംവിധാനം ചെയ്ത ഇടി മഴ കാറ്റ് എന്ന സിനിമ ഫെബ്രുവരി 28 തിയേറ്ററിലെത്തിയിരുന്നു. ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ഭാസി, സെന്തിൽ കൃഷ്ണ, പ്രിയംവദ കൃഷ്ണൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. വിൻജി ക്രിയേഷൻസ് നിർമ്മിച്ച ഈ സിനിമ ഏകദേശം 75 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത രണ്ടാം യാമം എന്ന ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു മറ്റൊരു റിലീസ്. ധ്രുവൻ, സ്വാസിക, ഗൗതം പി കൃഷ്ണ, രാജസേനൻ, ജോയി മാത്യു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഫോർച്യൂൺ ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമ 35 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫെബ്രുവരി മാസം റിലീസ് ചെയ്യപ്പെട്ട ഈ 18 സിനിമകളിൽ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്നത് കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ തന്നെയാണ്. ദാവീദ്, ബ്രോമാൻസ് എന്നീ സിനിമകളുടെ ബഡ്ജറ്റ് ക്ലിയർ ആയിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സിനിമ വിജയിച്ചിട്ടുണ്ട്. ഇനി അഥവാ ഈ സിനിമകൾ പരാജയമാണ് തിയേറ്ററിൽ ഏറ്റുവാങ്ങിയതെങ്കിൽ ബിസിനസ്സിലൂടെ ഈ 2 സിനിമകൾക്കും മികച്ച ലാഭം നേടിയെടുക്കാനാകും. അപ്പോൾ എങ്ങനെ പോയാലും ഈ 2 സിനിമകളും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഫെബ്രുവരി മാസത്തിലെ സിനിമകളുടെ പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ 15ഓളം മലയാള സിനിമകൾ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വിജയം വരിച്ചതും പരാജയപ്പെട്ടതുമായ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.